ദേടി നാട്ടിലൊക്കെ വെറുതെ കിടക്കുന്ന ചക്കപ്പഴത്തിന് ഇവിടെ 85,000 സോമു. ഹായ് ഹലോ, നമുക്കിന്ന് എക്സാമിന് പോയാലോ? പോയാലോ എന്നല്ല, പോകണം. എക്സാം അല്ലേ, പോയല്ലേ പറ്റൂ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഫുൾ ഏരിയാസും സ്നോ കവേർഡായിട്ട് കിടക്കുമായിരുന്നു. കാരണം ഇന്നലെ അത്രയ്ക്കായിരുന്നു ഈ സ്നോഫോൾ, അതുകൊണ്ടാണ്. എക്സാം സമയങ്ങളിൽ മാത്രം കാണുന്ന ചില പ്രത്യേകതരം കാഴ്ചകളാണ് ഈ ബസ്സിനുള്ളിലും റോഡിലും ഒക്കെ നിന്നുള്ള പഠിത്തങ്ങൾ. പിന്നെ എക്സാം ടൈമിൽ മാത്രമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഇത്രമാത്രം സ്റ്റുഡൻസ് നമ്മുടെ ബാച്ചിൽ പഠിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവണം. ഇത് നമ്മുടെ എക്സാം സെൻറ്ററിൻ്റെ പുറത്തുള്ള തിരക്കാണ്. ഇത് കാണുമ്പോൾ ഈ കല്യാണ വീടുകളിലൊക്കെ ഷട്ടർ പൊക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള തിരക്കായി തോന്നുന്നെങ്കിൽ അത് വെറും യാദൃശികം മാത്രമാണ്. അങ്ങനെ എക്സാം ഒക്കെ നന്നായി എഴുതിയിട്ട് നമ്മൾ നേരെ SRVയിലേക്ക് വിട്ടു. ഫുഡ് കഴിക്കാനേ രാവിലെ ഒന്നും കഴിച്ചില്ല. ഫുഡ് കഴിച്ചാലേ ഗ്രോസറി ഷോപ്പിങ്ങിനുള്ള എനർജി കിട്ടും. അങ്ങനെ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഹവാസിലും കോഴ്സിങ്കിലും എന്തിന് അർസോൺ വരെ പോയി. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇവിടെ എല്ലാം പോയതെന്ന്. ഒരു കാരണമേ ഉള്ളൂ, നമ്മുടെ ഇന്നത്തെ കഥയിലെ വില്ലൻ അത് ചിക്കനായിരുന്നു. ചിക്കൻ കിട്ടിയില്ല, അത് വാങ്ങാൻ പോയതാ. പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേന് BP ആണെങ്കിൽ ഒരു ലേസൊക്കെ എടുത്തിട്ട് വന്നു. നമ്മളത് കഴിച്ചിട്ട് ഒരു കാരമൽ കോഫിയൊക്കെ ഇട്ട് കുടിച്ച് സുഖമായി കിടന്നുറങ്ങി. പിന്നെ എണ്ണീറ്റു ഡിന്നറിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ കഥയിലെ വില്ലനെ തന്നെ നമ്മൾ ഇന്നങ്ങ് പൊരിച്ചുന്നേ. പിന്നെ ദുരന്തരമൊക്കെ കണ്ടുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചു. ഇനി എന്താ അടുത്തെന്ന് ചോദിച്ചാൽ പഠിക്കണം. ഒരു എക്സാം കഴിഞ്ഞു എന്ന് കരുതി അടുത്ത എക്സാം ഇല്ല എന്നല്ലോ അതിൻ്റെ അർത്ഥം.